ഗുഡ് ഈവനിങ്. ഈ 2024 അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഞാൻ എന്നെ തന്നെ ഒന്ന് വിശകലനം ചെയ്ത് നോക്കി. ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് ഞാൻ കുറേ യാത്രകൾ ചെയ്തത്. ഇഫ് യു വിഷ് യു ക്യാൻ ഗോ. ആദ്യം ഏപ്രിൽ 4-ന് 2024 ഏപ്രിൽ 4-നാണ് കാശ്മീരിലേക്ക് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞത്, ഞാൻ കാശ്മീരിൽ പോകുന്നുണ്ട്, നീ ഉണ്ടെങ്കിൽ ഞാനും പോകാം. ഞാനിങ്ങനെ ആലോചിച്ചു, എനിക്ക് പോകാൻ പറ്റുമോ? കാശ്മീരിലേക്ക് ഫ്ലൈറ്റിനാണ് പോകുന്നത്. ഇവിടെ നിന്ന് ബോംബെക്ക് അല്ലെങ്കിൽ ഡൽഹിക്ക്, അവിടെ നിന്ന് ശ്രീനഗറിലേക്ക്. പിന്നെ തണുപ്പുള്ള പ്രദേശമാണ്, വളരെ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ എനിക്ക് സാധിച്ചു. അതിനുവേണ്ട സജ്ജീകരണങ്ങളെല്ലാം ചെയ്തു. കാശ്മീരിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്ന പോലെ അല്ല. കാരണം തെർമൽ പ്ലാനറ്റൊക്കെ വേണം നമുക്ക്. അത് തെർമൽ പ്ലാനലൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് അവിടെ നടക്കാൻ പറ്റും. കാരണം മഞ്ഞുള്ള സീസണാണ്. പിന്നെ ടൂലിപ്പ് ഗാർഡൻ അതൊക്കെ കാണാൻ സാധിച്ചു. പിന്നീടാണ് വേറൊരു യാത്ര വന്നത്, ഡാമൻ, ഗുജറാത്തിലേക്ക്. ഞാൻ വിചാരിച്ചിട്ടില്ല ഈ ഒക്ടോബറിൽ ഗുജറാത്തിലേക്കൊരു യാത്ര. ഡാമൻ ഞങ്ങളുടെ യൂണിവേഴ്സ് കമ്പനിയുടെ. അങ്ങനെ അവിടേക്ക് പോയി. ഞങ്ങൾ 120 പേരാണ് ഒരുമിച്ച് ട്രെയിനിൽ യാത്ര പോയത്. വല്ലാത്തൊരു അനുഭവമായിരുന്നു. നോക്കുന്നിടത്തെല്ലാം യൂണിവേഴ്സ് ആൾക്കാർ. അതിൽ പാട്ടുപാടിയും ആട്ടപാടിയും ഒക്കെ ഞങ്ങൾ പോയി. പിന്നീട് ഗോവ. ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് ഞാൻ ഒരിക്കൽ ഗോവയ്ക്ക് പോയിട്ടുള്ളതാണ്. പക്ഷെ വീണ്ടും എനിക്ക് ഗോവയ്ക്ക് പോകാൻ സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഗോവയ്ക്ക് പോയി. ഗോവ അടിച്ചു പൊളിച്ചു. 4 ദിവസം നല്ലൊരു ഹോട്ടലിലായിരുന്നു അക്കോമഡേഷൻ. പിന്നെ അവിടുന്ന് ഇവിടേക്ക് പോയി, ക്രൂസിൽ പോയി. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഉള്ള യാത്രകളൊക്കെ. അത് കഴിഞ്ഞ് പിന്നീട് സൈലൻറ്റ് വാലി. ഞാൻ വളരെ കാലമായി ആഗ്രഹിക്കുന്നൊരു യാത്രയാണ്. സൈലൻറ്റ് വാലിക്ക് പോയി. അവിടെയും നിന്നില്ല. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട് റിസോർട്ടിൽ, ചെറുതുരുത്തി ഒരു റിസോർട്ടിലേക്ക് എല്ലാവരെയും ഞങ്ങളെല്ലാവരും തയ്യാറായി. സ്റ്റാഫ്, പെൻഷനേഴ്സ്, മാനേജർ അടക്കം അവിടെ എത്തി. അവിടെയും അടിച്ചു പൊളിച്ചു. അങ്ങനെ നല്ലൊരു വർഷമായിരുന്നു 2024 എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ലാരും. ബട്ട് ഗുഡ്. അതാണ് എനിക്കുണ്ടായ അനുഭവം. 24-നെ ഓർക്കുമ്പോൾ നല്ല വർഷമായിരുന്നു കേട്ടോ. അതിലിടയ്ക്ക് വിഷമങ്ങളും വേദനകളൊക്കെ ഉണ്ട്. എന്നാലും എനിക്ക് ഏറ്റവും വിഷമം എൻ്റെ പപ്പീനെ വിട്ടു പോകുമ്പോഴായിരുന്നു. പപ്പിയെ ആരോടെങ്കിലും ഏൽപ്പിക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എന്നാലും അവൻ അതൊക്കെ ചെയ്തു. അവൻ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഡെയ്സിൻ്റെ അവിടെയാക്കി. അവനവിടെയൊക്കെ നിന്നു. എന്നെ കാണുമ്പോൾ വളരെ സന്തോഷമാണ് എന്നെ. എൻ്റെ പൊന്നു പപ്പി മാക്സ്. അങ്ങനെ നല്ല യാത്രകളായിരുന്നു എല്ലതും. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു യാത്രകൾ. പോകില്ല എന്ന് വിചാരിച്ചതായിരുന്നു. എന്നിട്ടാണ് ഈ സ്ഥലങ്ങളിലേക്കൊക്കെ പോയത്. ആദ്യം കാശ്മീരിൽ പോകും, ബോംബെക്ക് പോയി. ബോംബെയിൽ നിന്ന് നമ്മൾ ശ്രീനഗറിലേക്ക്. പിന്നെ കാശ്മീരിൽ അടിച്ചു. ടുലീപ്പ് ഗാർഡനൊക്കെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. യൂറോപ്പിൽ പോയിട്ടൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷേ ആ സീസണിലല്ല അവിടെ പോയതെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് യൂറോപ്പിൽ പോയിട്ട് കാണാതിരുന്നത്. പക്ഷെ അതൊക്കെ കണ്ടു. പിന്നെ കാശ്മീരിലെ ഓരോ മാസത്തിലും ഓരോ പ്രത്യേകതകളാണ് പറയുന്നത്. നിറയെ പൂക്കൾ വിരിയുന്ന സീസണുണ്ട്. നിറച്ച് ടൂലിപ്പ് ഗാർഡൻ മാർച്ച് തുടങ്ങി ഏപ്രിൽ 14 വരെ ഒക്കെ ഉള്ളൂ ടൂലിപ്പ് ഗാർഡൻ. നല്ല യാത്രകളായിരുന്നു എല്ലതും. ഒട്ടും പ്രതീക്ഷിക്കാതെയാ. പിന്നെ അവിടേക്ക് പോകുമ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, ഷൂ വേണം, തെർമൽ പ്ലാനൽ വേണം, പിന്നെന്തൊക്കെയോ സാധനങ്ങൾ കൊല്ലാതെ വേണം, തൊപ്പി, ഷാള്, കുറേ സാധനങ്ങൾ വേണം. കാരണം തണുപ്പല്ലേ, നല്ല തണുപ്പാ അവിടെ. പിന്നെ ഗോവയ്ക്കൊക്കെ സാധാ ഡ്രസ്സുകളൊക്കെ മതി. ഇത് അവിടത്തെയാണ് കേട്ടോ. ഈ ഡ്രസ്സ് കാശ്മീരിലെ ഡാൽ തടാകത്തിൻ്റെ അടുത്ത് അവർ നമ്മൾ ഷോപ്പിങ്ങിന് കൊണ്ടുപോകും. അപ്പോൾ അതിനടുത്തുള്ള ആ ഷോപ്പിങ്ങിൽ പോയിട്ടാണ് ഞങ്ങളിത് എടുത്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ അവർക്ക് ഈ ബിസിനസ്സുകാർക്കൊരു കാര്യം അറിയാം. നമ്മൾ ഷോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് അതുമ്പോൾ ചെന്ന് കയറി പിടിച്ചിട്ട് എനിക്കിത് ഇഷ്ടമാണ് നമ്മൾ മലയാളത്തിൽ പറഞ്ഞാലും അവരത് മനസ്സിലാക്കും. എന്നിട്ട് അവർ പറയും, അവർക്കത് പസന്ത് ഹേ, ഇഷ്ടപ്പെട്ടു എന്ന്. എനിക്ക് മനസ്സിലായി അവരങ്ങനെ പറഞ്ഞു. പിന്നെ 3-4 പേര് ഇതേ സെയിം കളർ ചേഞ്ച് ഡ്രസ്സൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഓക്കെ. ഇതാണ് എൻ്റെ പപ്പി എന്ന് പറയുന്ന കുട്ടിയുടെ കയ്യിൽ നല്ല വാശിയുണ്ട് കേട്ടാ.
വാശിയുണ്ട്. അവന് ഓട്ടോറിക്ഷയും കാറുകളും ഒക്കെ വന്നു കഴിഞ്ഞാൽ അവൻ്റെ വിചാരം അവന് പോകാനാന്നാ. എന്നിട്ട് തുടങ്ങും ചാട്ടവും ഓട്ടവും. അല്ലേ പപ്പിയെ? ഇതാണ് പപ്പിയുടെ പണി. ഇതാണ് എന്നിട്ട് ഭയങ്കര ബഹളാണ് അല്ലേ? കാർ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല, ഡ്രൈവർക്ക് വരാൻ പാടില്ല, ഇതൊക്കെയാണ് അവൻ്റെ കംപ്ലൈൻറ്റുകൾ. അല്ല മാച്ചിൻ്റെ വിചാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ പോകുന്നിടത്തേക്കൊക്കെ അവനെ കൊണ്ടുപോകണം. നടക്കണ കാര്യമാണോ? നടക്കണ കാര്യമാണോ അതൊക്കെ? എല്ലായിടത്തേക്കും അവനെ കൊണ്ടുപോകാൻ പറ്റുമോ? പോവാ മാച്ചിനെ എല്ലായിടത്തേക്കും കൊണ്ടുപോകാൻ പറ്റുമോ? വായും പൊളിച്ചിരുന്നാൽ മതിയാ. ഇതാ ഒന്ന് സംസാരിച്ചേ, മാച്ച് സംസാരിച്ചേ പപ്പ നോക്കിയിട്ട്. അങ്ങനത്തെ കുട്ടിയത് വെറുതെ വാശി പിടിക്കവൻ. എന്ന് പറഞ്ഞ കുട്ടിയുണ്ടല്ലോ, കുട്ടിയല്ല കേട്ടോ, അതൊരു പട്ടിയാണ്, ഒരു ഡോഗാണ്. അതിന് 2 വയസ്സാവണം. ഭയങ്കര കുറുമ്പനാ. അവൻ്റെ കുറുമ്പെന്ന് വെച്ചാൽ ഒരു നൈസ് വണ്ണാണ്. പക്ഷേ അവന് വാഹനങ്ങൾ കണ്ടാൽ അതിൽ കയറണം, പോകണം. അവൻ 1-2 പ്രാവശ്യം ഏതെങ്കിലും കാറിൽ ഓട്ടോറിക്ഷയിൽ പോയിട്ടുണ്ടെങ്കിൽ ആ ഓട്ടോറിക്ഷക്കാർക്ക് ഒരു സ്വൈര്യം കൊടുക്കില്ല. ഇവിടെ കിടന്ന് ബഹളാണ്. മാക്സ് അത് എന്തിനാ അങ്ങനെ ബഹളം വയ്ക്കണത്? അവർ നീ ഒരിക്കൽ പോയി 2 പ്രാവശ്യം പോയി എന്ന് വിചാരിച്ചിട്ട് ഓട്ടോറിക്ഷയിൽ എപ്പോഴും നിന്നെ കൊണ്ടുപോകാനവർ ആണോ? അങ്ങനെ പാടുണ്ടോ? അത് പാടില്ല കേട്ടാ. അല്ല കാര്യം ഞാൻ പറഞ്ഞുതരാം. ഏതു നേരം ഹോ 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 നോക്കിയിട്ടിരിക്കുക. കാറിൽ ഡ്രൈവർ വന്നാൽ അപ്പം അവൻ തുടങ്ങും. അവൻ്റെ ലോകമാണ്. പിന്നെ അവന് മാത്രമേ പോകാൻ പാടുള്ളൂ. അല്ലേ പപ്പിയെ? മാക്സ് പക്ഷെ നല്ല ഒബീഡിയൻ്റ് ആണ് കേട്ടോ. നല്ല ഗുഡ് പപ്പിയാണിത്. എവിടേക്ക് വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോവാം. മാക്സിനെ എവിടേക്ക് വേണമെങ്കിൽ കൊണ്ടുപോവാം. അങ്ങനത്തെ കുട്ടിയത്. അപ്പം അതേ ഞാൻ ഉടുപ്പ് മാറിയനാണ്. എന്നെ അവൻ്റെ വിചാരം ഞാൻ എവിടേക്ക് പോകുന്നുണ്ടെന്നാ. എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് കേട്ടാ. അല്ല മാക്സിൻ്റെ അടുത്ത് വന്നിരിക്കണത് എന്തിനാണെന്നറിയോ? അവന് പോവാൻ, അവനെയും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങോട്ട് നോക്കിയേ. ഇപ്പം ദേ ഇഫയും സെയ്മോനൊക്കെ പോയി ഓട്ടോറിക്ഷയിൽ. ആ പോണ ഓട്ടോറിക്ഷ അവന് പരിചയമുള്ളതാണ്. അപ്പം തുടങ്ങും ബഹളം. അപ്പം എന്നെ കുറച്ച് വരുത്തും അല്ലേ? അവൻ പോയ ഓട്ടോറിക്ഷകളിലൊക്കെ അവൻ പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് വരുത്തും അവൻ. ഭയങ്കര ഇഷ്ടമാണ് യാത്ര. ഇടയ്ക്ക് ഞാൻ തന്നെ കൊണ്ടുപോകും അതിനെ എവിടേക്കെങ്കിലുമൊക്കെ. അല്ലേ മാക്സേ? എൻ്റെ സുഹൃത്താണിത്. വെരി ഗുഡ് സുഹൃത്താണ്. ഒന്ന് വന്നാൽ മാക്സ് ഒന്ന് ചിരിച്ചാൽ, മാക്സേ ഒന്ന് ചിരിക്കൂ നോക്കട്ടെ. മാക്സിൻ്റെ നാവ് വേണം നല്ല ചന്തുണ്ട് കേട്ടാ. മാക്സിൻ്റെ നാവ് വേണം നല്ല ചന്തുണ്ട് കേട്ടാ. മാക്സെ കുളിച്ചിട്ട് മാക്സിനെ മുടിയൊക്കെ കെട്ടിയിട്ട് ഇരിക്കണം അല്ലേ? മാക്സിനെ മുടിയൊക്കെ കെട്ടി ഇരുത്തണം. എന്നെ തൊടരുത്, എനിക്കിഷ്ടമല്ല അതൊന്നും. എന്നെ തൊടണതൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ മാക്സെ. കാര്യം പറഞ്ഞുതരാം ഞാൻ. വെറുതെ ഇവിടെ കിടന്ന് ബഹളം വയ്ക്കരുത്. ഇരിക്കണ നോക്കിയപ്പോൾ എത്ര നല്ല കുട്ടിയായിട്ടിരിക്കണം. എൻ്റെ അടുത്ത് തന്നെ ഇരിക്കണത്. എൻ്റെ അടുത്ത് നല്ല സുന്ദര കുട്ടിയായിട്ടിരിക്കുന്നത്. ഊണ് കഴിഞ്ഞാൽ കളിക്കണം. ഇപ്പോൾ ഫുട്ബോൾ കളി ഞങ്ങൾ നിർത്തി. എന്താണെന്നറിയോ? ഫുട്ബോൾ കളിക്കുമ്പോഴേ ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ ആ മണ്ണ് മുഴുവൻ അവൻ്റെ വയലാവുക. അപ്പോൾ ബുദ്ധിമുട്ടാ. അപ്പോൾ ഞാനത് നിർത്തി. അല്ല മാക്സേ? മാക്സിൻ്റെ ഫുട്ബോൾ കളി നിർത്തി ഞാൻ. പാട്ട് പാട്. വീഡിയോ പോണോര് കാണാ പൊന്നിന് പോണോര് പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും, പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും. 14 രാവിലെ സൈനികന്മാരുടെ കല്ല് തരാമോ?
ഹോയ് ഹോയ്